ദിനപത്ത എന്ന് പറയുന്നത് അവർക്ക് ദിവസേന അവർക്ക് കൂലി നൽകുക, വീട് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് 15 ലക്ഷം രൂപ നൽകുക, ഇനി വീടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പല പദ്ധതികൾ. ഇതെല്ലാം കണ്ടിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി, ആ രീതി ഇനിയും നമുക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് എല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്ന ഒരു പാർട്ടിയെ വേറൊരു പാർട്ടി ഒന്നും ചെയ്തു തരാതെ ശവം തൂക്കികളായിട്ടുള്ള ഒരു ടീംസ് വന്നിട്ട് മെഴുകിക്കൊണ്ട് അവർ ചെയ്യുന്ന എല്ലാം തെറ്റാണ്, ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങളെ അങ്ങോട്ട് കയറ്റി വിടുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു തോന്നിവാസവും തന്തയ്ക്ക് പുറക്കാഴികയും. ഇതൊട്ടും എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്കും മാധ്യമങ്ങളിലെ ന്യൂസുകൾ കണ്ടിട്ടുള്ള നിങ്ങൾക്കും പറ്റുന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളും ഡെയിലി ഈ കാര്യങ്ങളെ പറ്റി തന്നെ പറയാനായിട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു സ്മൃതീഷൻ അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കുരു. പുള്ളിക്കാരി പറഞ്ഞ കുറേ അധികം കാര്യങ്ങളെ പറ്റി അല്ലേ. അതായത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ വലിയ രീതിയിൽ UDF വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിനെ